എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ബാസിൽട്ടൺ എന്ന ഒരു ചെറിയ പട്ടണത്തിൽ നിന്നും UK ക്യാപിറ്റലായ ലണ്ടനിലേക്കുള്ള ഒരു യാത്രയും അതിനോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളുമാണ്. ഇംഗ്ലണ്ടിലെ എസ്സെക്സ് കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ബാസിൽട്ടൺ എന്ന പട്ടണത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് അല്പം ഡീറ്റെയിൽസ് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ബാസിൽട്ടൺ എന്ന് പറയുന്നത് ലണ്ടനിൽ നിന്നും വെറും 25 മുതൽ 30 മൈൽ വരെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. 1949 ന്യൂ ടൗണായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഈ ബാസിൽട്ടൺ. ഇന്ന് ഇവിടെ ഏകദേശം 1,15,000-ലധികം ജനങ്ങൾ താമസിക്കുന്നതായിട്ടാണ് 2021 കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിനുശേഷം വലിയ ഒരു ജനസംഖ്യാ വർധനവ് ഈ UK മൊത്തത്തിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിലും കൂടിയ ജനസംഖ്യ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന വീടുകളുടെ ക്ഷാമം പരിഹരിക്കാനായി 1949 ബ്രിട്ടീഷ് സർക്കാർ ബാസിൽട്ടണിനെ ന്യൂ ടൗണായി പ്രഖ്യാപിച്ചു. ബാസിൽട്ടൺ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥാപിച്ച് വീടുകളും റോഡുകളും സ്കൂളുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും നിർമ്മിച്ചു. ഇന്നത്തെ ബാസിൽട്ടൺ ഏകദേശം 110 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പട്ടണത്തിൻ്റെ സവിശേഷത എന്തെന്നാൽ പ്രദേശത്തിൻ്റെ 70% ഗ്രാമപ്രദേശങ്ങളും കൃഷിയിടങ്ങളുമാണ്. പട്ടണത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലം ലാങ്ഡൺ ഹിൽസാണ്. അതിൻ്റെ ഉയരം 117 മീറ്റർ ഉയരമാണ്. പട്ടണം രൂപീകരിച്ച കാലത്ത് ലൈറ്റ് ഇൻഡസ്ട്രികൾക്കും ചെറിയ ഫാക്ടറികൾക്കും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. തുടർന്ന് റീറ്റെയിൽ സേവന മേഖല, വിനോദസഞ്ചാര മേഖല തുടങ്ങിയവ വികസിക്കുകയുണ്ടായി. നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാസിൽട്ടൺ സിറ്റിയിലുള്ള ബസ് സ്റ്റാൻഡാണ്. എത്ര ക്രമീകൃതമായിട്ടാണ് ഇവിടെ ബസ്സുകളൊക്കെയും പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ സ്ഥലത്തേക്കും പോകുവാനായിട്ടുള്ള ബസ്സുകൾക്ക് വേണ്ടി പ്രത്യേകം അവർ ആൽഫബറ്റിക്കൽ ഓർഡറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ബാസിൽട്ടണിൽ
ഉള്ളത്. ലണ്ടൻ സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പട്ടണമായതിനാൽ ബാസിൽ ടണ്ണെ കമ്മ്യൂട്ടർ പട്ടണം എന്ന നിലയിൽ പ്രശസ്തമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ലണ്ടനിൽ ജോലി ചെയ്ത് ഇവിടെ താമസിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ബാസിൽ ടണ്ണിൽ താമസിച്ചിട്ട് അവർ ലണ്ടനിൽ പോയി ജോലി ചെയ്തു വരുന്നതായിട്ട് അറിയുവാനായിട്ട് ഇടയായി. ഇതാണ് ബാസിൽ ടൺ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ രാവിലെ ഏകദേശം 10:30 ഈ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് എടുക്കുവാനായിട്ടുള്ള ശ്രമമാണ്. വലിയ തിരക്കൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല. ചെറിയ ഒരു ക്യൂ മാത്രമേ അവിടെ കാണുവാനായിട്ടുള്ളൂ. ഞങ്ങളുടെ കസിൻ ജിനു ആണ് ടിക്കറ്റിന് വേണ്ടി ക്യൂവിൽ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുവാനായിട്ടുള്ള എൻട്രി പോയിൻറ്റുകളാണ്. അങ്ങനെ ഞങ്ങൾ ബാസിൽ ടണ്ണിൽ നിന്നും ലണ്ടനിലേക്കുള്ള ഞങ്ങളുടെ ട്രെയിൻ യാത്ര ആരംഭിച്ചു. ഇതാണ് ഞങ്ങളുടെ കസിൻ ജിനു, അൻസ ആൻഡ് ഫാമിലി. അവരുടെ മോൻ ജോഹാനാണ് നടുക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെയും കണ്ടുകൊണ്ട് യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് കയറി. ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ മധ്യഭാഗത്തേക്ക് നടന്ന് നീങ്ങുകയാണ്. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സമീപത്തുള്ള റോഡിലൂടെ വാഹനങ്ങൾ നിരനിരയായിട്ട് നീങ്ങുന്നത് കാണുവാൻ സാധിക്കും. ഈ ഗോപുരം പോലെ കാണുന്നതാണ് ബ്രിഡ്ജിൻ്റെ ടോപ്പ് പോർഷൻ. നല്ല തിരക്കുണ്ട്. ആൾക്കാരൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലണ്ടനിലെ പ്രശസ്തമായ പാലങ്ങളിൽ ഒന്നാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഇത് തേംസ് നദിക്ക് മുകളിൽ സിറ്റി ഓഫ് ലണ്ടനെ സൗത്ത് വാർക്ക് പ്രദേശവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇന്ന് കാണുന്ന ഈ പാലം 1973 തുറന്നതാണ്. ഇത് കോൺക്രീറ്റ് കൊണ്ടും സ്റ്റീൽ കൊണ്ടും നിർമ്മിച്ച ഒരു ശക്തമായ പാലമാണ്. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ചരിത്രം ഏറെ പഴക്കമുള്ളതാണ്. റോമൻ കാലത്ത് തന്നെ ആദ്യ പാലം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. പിന്നീട് 1209 നിർമ്മിച്ച മധ്യകാല
കല്ലുപാലം ഏറെ പ്രശസ്തമായി. ആ പാലത്തിന്മേൽ വീടുകളും കടകളും ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു. പിന്നീട് 1831 ജോൺ റെനി രൂപകൽപ്പന ചെയ്ത പുതിയ കല്ലുപാലം തുറന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ലണ്ടൻ ബ്രിഡ്ജിന് മുകളിൽ നിന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആൻഡ് വീഡിയോ എടുക്കുന്ന ഒരു ഭാഗമാണിത്. ഞങ്ങൾ സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നടന്നൊക്കെ വന്ന് ഇവിടെ എത്തിയതാണ്. നടന്നു വന്നതിൻ്റെയൊക്കെ യാത്രാക്ഷീണം ഉണ്ടെങ്കിലും എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള ഫോട്ടോ. ഇത് ബ്രിഡ്ജിന് മുകളിൽ നിന്നുകൊണ്ട് സൈഡ് വശത്തേക്കുള്ള വ്യൂ ആണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ഇരുവശങ്ങളിലും വലിയ വലിയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഒരുപാട് വിസിറ്റേഴ്സ്, വിനോദസഞ്ചാരികൾ ഇതിൻ്റെ ഇരു സൈഡുകളിലും ഒക്കെ നിന്നുകൊണ്ട് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിന് ശേഷം ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ബക്കിംഗ്ഹാം പാലസാണ്. അങ്ങനെ ബക്കിംഗ്ഹാം പാലസ് കാണുവാനായിട്ട് ഞങ്ങൾ ഇവിടെ നിന്നും ഞങ്ങളുടെ യാത്ര തുടങ്ങി.
ലണ്ടനിലെ ടവർ ഹിൽ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയതെങ്കിലും അത്യന്തം ചരിത്ര പ്രധാനമായ ഉദ്യാനമാണ് ട്രിനിറ്റി സ്ക്വയർ ഗാർഡൻസ്. 1797 രൂപീകരിച്ച ഈ ഗാർഡൻ ഇന്ന് സമാധാനവും ചരിത്രത്തിൻ്റെ ഓർമ്മകളും നിറഞ്ഞ ഒരിടമാണ്. ഇവിടെ കാണാവുന്ന പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ടവർ ഹിൽ മെമ്മോറിയൽ. ആദ്യത്തേതും രണ്ടാമത്തേതുമായ ലോകമഹായുദ്ധങ്ങളിൽ ജീവൻ ബലിയർപ്പിച്ച മർച്ചൻ്റ് നേവി അംഗങ്ങളെ അനുസ്മരിച്ചാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചരിത്രപ്രസിദ്ധമായ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൻ്റെ മുൻവശത്തേക്ക് ഞങ്ങൾ എത്തി. ഇനി ഇവിടുത്തെ ചില കാഴ്ചകൾ നമുക്ക് കാണാം. (1703) ബക്കിംഗ്ഹാം ഡ്യൂക്കിനു വേണ്ടി നിർമ്മിച്ചതാണ് കൊട്ടാരത്തിൻ്റെ പ്രാരംഭ രൂപം. പിന്നീട് 1761 രാജാവ് ജോർജ് മൂന്നാമൻ ഇത് സ്വന്തമാക്കി. 1837 റാണി വിക്ടോറിയ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ബ്രിട്ടീഷ് രാജാക്കന്മാരുടെ പ്രധാന വസതിയായി മാറി. ഇന്ന് റാണി, രാജാവ് മുതലായവരുടെ ഔദ്യോഗിക ചടങ്ങുകളും വിദേശ രാഷ്ട്രത്തലവന്മാരുടെ വരവേൽപ്പും നടത്തുന്ന പ്രധാന കേന്ദ്രമാണിത്. കൊട്ടാരത്തിൽ 775 മുറികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 19 സ്റ്റേറ്റ് റൂമുകൾ, 52 രാജകീയ അതിഥി ബെഡ്റൂമുകൾ, 188 സ്റ്റാഫ് മുറികൾ, 92 ഓഫീസ് മുറികൾ, 78 ബാത്റൂമുകൾ എന്നിവ ഉണ്ടെന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്.
ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എനിക്കറിയാം അല്പം നീളം കൂടിപ്പോയി എന്നറിയാം. എങ്കിലും ലണ്ടൻ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സവിശേഷതകളായ ലണ്ടൻ ബ്രിഡ്ജും അതുപോലെ തന്നെ ബക്കിംഗ്ഹാം കൊട്ടാരവും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാനും ഞാൻ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ തുടർന്നും വീഡിയോകൾ കാണുവാൻ ശ്രമിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.